ഹലോ, ഇന്ന് ഉത്രാടം ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്തിയല്ലേ. അപ്പോൾ എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും. ഉത്രാടപ്പാച്ചിലൊന്നും അല്ലെങ്കിലും എനിക്കും ചില പണികളൊക്കെ ഉണ്ടെന്നുകൊണ്ട് ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും നമ്മുടെ ഇടവഴികളിൽ ഒരുപാട് ഗണേശന്മാരും നിമജ്ജനവും കാത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഗണേശന് നമസ്കാരവും പറഞ്ഞ് നമ്മുടെ പണികളിലേക്ക് കടന്നു. ഇന്ന് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലൊക്കെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ ബാങ്കും പോസ്റ്റ് ഓഫീസൊക്കെ, ഒരു 2-3 കിലോമീറ്റർ ഇട്ട്. ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓടി പോണത് ഉത്രാടപ്പാച്ചിലാണല്ലോ, എന്തായാലും മാർക്കറ്റിലേക്കായിരിക്കും അല്ലേ. അങ്ങനെ ഈ അമ്പലമൊക്കെ കടന്ന് ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് എത്തി. മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോൾ ട്യൂസ്ഡേ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് പച്ചക്കറികളൊന്നും വലുതായിട്ട് മേടിക്കുന്നില്ല. ഞാനങ്ങനെ വലിയ സദ്യ ഉണ്ടാക്കുന്നുമില്ല. നമുക്ക് വേണ്ടത് പൂക്കളായിരുന്നു. ഓണമായതുകൊണ്ട് ഒരു പൂക്കൾ ഉണ്ടാക്കാനൊരാഗ്രഹം. ഞാൻ ഇതുവരെ അങ്ങനെ പൂക്കളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം എനിക്കിങ്ങനെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഓഫീസിൽ പോകേണ്ട കാര്യമൊന്നും കൊണ്ട് അതിനൊന്നും തീരെ സമയം കിട്ടാറില്ല. ഇത്തവണ പൂക്കൾ ഉണ്ടാക്കണം തോന്നി. അങ്ങനെ പൂക്കളൊക്കെ തപ്പി വന്നതാണ് മാർക്കറ്റിൽ. അവസാനം ഈ ചേച്ചിയായിട്ട് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ഒത്തുവന്നു. അങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ച് വില പേശി നമ്മൾ 50 രൂപയ്ക്ക് എല്ലാ പൂവും കൂടെ ഇട്ടിട്ട് കുറച്ച് പൂക്കൾ മേടിച്ചു. അങ്ങനെ ആ പൂവൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ വേറൊരു ചേച്ചിയുടെ കടയിൽ നിന്ന് 20 രൂപയ്ക്കും കൂടെ കുറച്ച് പൂ മേടിച്ചു. അങ്ങനെ ആകെ മൊത്തം കുറച്ച് കളേഴ്സിലുള്ള പൂക്കളൊക്കെ നമുക്ക് കിട്ടി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട്. മാർക്കറ്റാണല്ലോ, അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചുറ്റും തിരിഞ്ഞപ്പോൾ ഈ ചോളം എനിക്ക് വേണ്ടാന്ന് തോന്നി, കാരണം വീട്ടിലുണ്ടായി കഴിക്കുമല്ലോ. പക്ഷേ ഈ പേരക്ക അതെനിക്ക് വിടാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇതും ഞാനൊരു 1/2 കിലോ മേടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ ഈ ഗണേശ ഭക്തിഗാനങ്ങൾ. ഇപ്പം വിനായക ചതുർത്ഥി സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് നല്ല അടിച്ച് പൊളിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച പൂക്കൾ. ഇത് 20 രൂപയുടെ കെട്ട്. ഇതാ വരുന്നു നമ്മുടെ 50 രൂപയുടെ കെട്ട്. 50 രൂപയുടെ കെട്ടാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ നമുക്ക് കുറച്ചൊരു കളറിലുള്ള 5-6 കളറുള്ള പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് അഥവാ നക്ഷത്രപ്പുളി. ഞാൻ ഈ സംഭവം യൂട്യൂബിലും വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ മേടിച്ചതാണ്. പക്ഷേ എന്തായാലും വേസ്റ്റ് ആയില്ല, മേടിച്ചത് മുതലായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കഴിക്കാനായിട്ട്. എൻ്റെ മകൾക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ മേടിച്ച പേരക്കയും കൂടെ അപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണോ എന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം പതിവുപോലെ മീനുട്ടിനെ വിളിക്കാൻ പോയപ്പോൾ ഈ ഓട്ടോയിൽ വന്നവർ എല്ലാവർക്കും പുളിഹോര കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ലെമൺ റൈസ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഗലയിലെ ഗണേശനെ നിമജ്ജനം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ ദിവസം ഇവർ പ്രസാദം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും.